ഇന്ന് ഇവിടുന്ന് ഹർത്താലാന്ന് നിനക്ക് അറിയാലോ പിന്നെ ഞാൻ എന്തുണ്ടാക്കും പിന്നെ? അപ്പൊ വീട്ടിൽ കരുതി വെച്ചിരിക്കുന്ന വേറെ എന്തെല്ലാം ഉണക്കമീൻ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മുട്ട മേടിക്കണം, അല്ലെങ്കിൽ ഒരു ഓമയ്ക്ക കുത്തിയിട്ട് തോര ഉണ്ടാക്കണം. ഇത് മാത്രം കഴിച്ച് ഞാൻ എങ്ങനെ ഇവിടെ കഴിയും? നീ അങ്ങോട്ട് ഇവിടെ കഴിയണ്ടടാ, നീ അങ്ങോട്ട് പോടങ്ങാവിളക്ക്. ഇത് ഞാൻ പ്രതീക്ഷിച്ച്. അങ്ങനെ പോകാനുള്ള തീരുമാനം എന്തായാലും ഇല്ല. വീട്ടിൽ വന്ന അതിഥിക്ക് 2 കൂട്ടം കറികൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ആഹാരം കൊടുക്കണം ഞാൻ പറഞ്ഞു തരണോ? നീ മിണ്ടാതെ പൊക്കോട്ടെ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ ഒരു കത്തി ഉണ്ടായി, അതെടുത്ത് വിഴുങ്ങിയോ നീ? ഒരു കത്തി ഉണ്ട്, എറണാകുളത്തെ കണ്ടുപോയില്ലേ? അല്ലേ പൈസ എന്തേ? പൈസ സാധനം ഒന്നും കിട്ടിയില്ലല്ലോ. ഒരു പൈസ പോലും കുറയാതെ എന്റെ പോക്കറ്റുണ്ട്. എവിടെ? രണ്ട് 100 നോട്ട്. 6 മണി കഴിയുമ്പോൾ ഹർത്താൽ കഴിയും. ഓർഡർ ചെയ്ത സാധനങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ എത്തിക്കും. രാത്രിയിലെങ്കിലും വെച്ച് മീൻകറി കൂട്ടി കഴിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ ഇത് കൂട്ടി തിന്ന ആരാന്ന് പോയി നോക്കിയടാ. കത്തിയോടെ പോയി ദൈവമേ, പച്ചമുളകൊന്ന് കീറിയില്ല. സാറേ ആരാ? കുഞ്ഞുണ്ടോ അവിടെ? കുഞ്ഞുറക്കുവാന്നല്ലേ? അയ്യോ ആ കുഞ്ഞല്ല സാറേ, ഇവിടെ ചേച്ചിയാണ് ഞാൻ ഉദ്ദേശിച്ച. ഞാൻ എപ്പോഴും വരും സാറേ ഇവിടെ, എന്തെങ്കിലുമൊക്കെ ചേച്ചി എനിക്ക് തരും. ഞാൻ എന്നെ അറിയാം ചേച്ചി. തങ്കച്ചേട്ടത്തി പൈസക്കായിട്ട് ഒരാൾ വന്ന് നിൽക്കുന്നു. ഓ അവള് വന്നാ? എനിക്കറിയായിരുന്നു വരുമെന്ന്. നീ ഒരു കാര്യം ചെയ്, ആ ഒരു 200 രൂപ എടുത്ത് കയ്യിൽ കൊടുക്ക്. എന്നിട്ട് ബാക്കി 100 രൂപ നാളെ തരാന്ന് പറ. സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറ. 200 കൊടുക്കണോ? നീ ഞാൻ പറയണത് കേട്ടാ മതി റൊണാൾഡേ. 200 ഉണ്ട്. നാളെ ബാക്കി 100 രൂപ നാളെ തരാം. ശരി സാറേ, വരാം സാറേ. വലിയ ഉപകാരം. പെണ്ണുമ്പിള്ളടുത്ത് നമ്മളെങ്ങനെ 10 രൂപ ചോദിച്ചാൽ ചൂർപ്പണട ഇല്ല. പിന്നെ ആ 300 രൂപ എനിക്ക് തിരിച്ചു തരണ്ട. എന്നാ പിന്നെ 200 രൂപയും കൂടെ തിരിച്ചതാ. ഏത് 200 രൂപ? നിനക്ക് ആ 300-ൽ 200 രൂപ ഞാൻ തന്നില്ലേ? അത് തന്നിട്ട് വർത്താനം പറ. എപ്പ തന്ന്? ആര് തന്ന്? എന്റെ ദൈവമേ, ഒരു 1-2 മണിക്കൂറായി കാണൂല്ലോ നിനക്ക് തന്നിട്ട്. ആര് തന്നെന്ന്? റൊണാൾഡ് തന്നില്ലേ? ഫസ്റ്റ് എനിക്കാരും പൈസയും തന്നിട്ടൊന്നുമില്ല. നീ ഇവിടെ പൈസക്ക് വന്നിട്ട് പിന്നെ പൈസ മേടിക്കാതെ പിന്നെ എന്താ പൈസക്ക് വന്ന് ചേച്ചി എന്താ സ്വപ്നം കണ്ട? ഞാൻ പൈസക്കൊന്നും വന്നിട്ടൊന്നുമില്ല. എനിക്ക് ആരും പൈസ തന്നിട്ടില്ല. ഇവിടെ തലക്കെന്ത്? റൊണാൾഡേ എടാ ഇങ്ങ് വന്നതേ അടുത്ത രസം. നീ 200 രൂപ കൊടുത്തില്ല നമുക്ക്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ആ ചേച്ചൻ എനിക്ക് 200 രൂപ എന്നാ? ഇല്ല. ആ കേക്ക്. അപ്പൊ 200 രൂപ നീ പിന്നെ ആർക്കാ കൊടുത്തത്? നോണ പറയരുത് റൊണാൾഡേ. വിഷം നിവർക്കത് എന്താ പറ്റി? പൈസയും കൊണ്ട് ഇറങ്ങിയപ്പോ ഫിഷ ചോദിച്ചു ഒരു ചേച്ചി വന്നു. ഒരു സ്ത്രീ. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ വരുന്ന തങ്ങൻ ചേട്ടത്തി അറിയാം, തങ്ങൻ ചേട്ടത്തി പൈസ കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ വിളിച്ചോ, ഓർമ്മയുണ്ടോ? വിളിച്ചോ? അപ്പൊ എന്താ പറഞ്ഞേ? 200 രൂപ ബാക്കി 100 നാളെ കൊടുക്കാന്നല്ലേ പറഞ്ഞേ? നീയല്ലേ പറഞ്ഞ ലില്ലി വന്നേക്കണെന്ന് പറഞ്ഞത്? പൈസക്ക് ലില്ലി വന്നെന്ന് പറഞ്ഞില്ലേ? ലില്ലി വന്നെന്ന് ആര് പറഞ്ഞു? പൈസക്ക് ആള് വന്നെന്ന് പറഞ്ഞു. 200 രൂപ അവർ കൊടുത്തു, ബാക്കി 100 രൂപ നാളെ അവര് വരും. ബാക്കി 100 രൂപ ചേട്ടത്തല്ലേ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു 200 രൂപ ഇപ്പൊ കൊടുക്കും, ബാക്കി 100 രൂപ നാളെ കൊടുക്കാന്ന്. ആ പൈസക്ക് അവര് വരും. ഇതൊരു സന്തോഷമായിരുന്നറിയാം 200 രൂപ അവർക്ക് കിട്ടിയപ്പോ. കുഴപ്പമില്ല.